ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് 50 ദിവസമാകുമ്പോൾ സമരം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. ആശാ വർക്കേഴ്സ് മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തുമുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ വിവിധ ഇടങ്ങളിൽ, വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അങ്കമാലിയിൽ BJP കൗൺസിലർമാർ തലമുണ്ടനം ചെയ്ത് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുറിച്ച മുടിയുമായി അവർ പ്രതിഷേധിക്കുകയാണ്. അത് അവർ നടന്ന് പ്രതിഷേധിക്കുകയാണ്. മുദ്രാവാക്യം മുഴക്കി ഒന്നിലേറെ ആവശ്യങ്ങൾ, ഓണറേറിയം, ഇൻസെന്റീവ് വർധന, പെൻഷൻ ആനുകൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തൊഴിലാളികളായി തങ്ങളെ പരിഗണിക്കണം തുടങ്ങിയ ഒട്ടേറെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ സമരം. സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഈ രണ്ട് കൂട്ടരും പരിഗണിക്കേണ്ടുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരാഹാര സമരത്തിന്റെ 12ാം നാൾ, രാപ്പകൽ സമരത്തിന്റെ 50ാം ദിവസം. ഉമേഷ് ബാലകൃഷ്ണൻ കൂടിയുണ്ട്. ഉമേഷ്, ഇപ്പോൾ നമ്മൾ ഈ പല രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് പല ഘട്ടങ്ങളിലായി പിന്തുണയുമായി എത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് പ്രമുഖരായ നേതാക്കൾ, നേരത്തെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അവിടെ നിൽക്കുന്നത് കണ്ടു. മറ്റു നേതാക്കൾ ഒക്കെ ഉണ്ടോ ആരെങ്കിലും ഇവർക്ക് ഐക്യദാർഢ്യവുമായി? K. സുരേന്ദ്രൻ ഒപ്പം മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കമുള്ളവർ, അതായത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രവർത്തകർക്ക് ഒപ്പം BJP പ്രവർത്തകരും ഇപ്പോൾ ആശാ പ്രവർത്തകർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതുകൂടാതെ പല സമൂഹത്തിൽ നിന്ന്, പല മേഖലയിൽ നിന്നുള്ളവർ എത്തുന്നുണ്ട്. പലരും സ്ത്രീകളായിരുന്നവർ ഓരോരുത്തരും അവർക്ക് പിന്തുണ അർപ്പിച്ചെത്തുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വഴിയെ പോകുന്നവർ പോലും വാഹനങ്ങൾ നിർത്തി അവർക്ക് പിന്തുണ അർപ്പിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള കാഴ്ചകൾ വളരെ ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ നിന്ന് കാണാവുന്നതിനേക്കാൾ വളരെ അവരുടെ സമരത്തിന് കൂടുതൽ പ്രചോദനമേകുന്ന കാഴ്ചകളാണ് കാണുന്നത്. അമ്മ ഇതുവഴി പോയി അവരുടെ സമരത്തിലേക്ക് എത്തി മുടിമുറിക്കാൻ എങ്ങനെയാണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണ് മുടിമുറിച്ചത്? തീർച്ചയായിട്ടും ഞാൻ കുണ്ടറയിൽ MLA ആയിരുന്ന അൽഫോൺസോ ജോൺ ആണ്. കോൺഗ്രസിന്റെ MLA ആയിരുന്നു. എനിക്ക് ആദ്യമേ ഇവരുടെ കൂടെ ഉണ്ട്, വരാൻ പറ്റിയില്ല, പല കാരണം ഇല്ലായിരുന്നു. അപ്പം മൊത്തം കൊടുക്കാനും എനിക്ക് വിഷമമില്ല. എന്തായാലും സമരത്തിന്റെ പിന്തുണ വലിയ രീതിയിൽ ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവരുടെ സമരത്തിന്റെ പിന്തുണ ലഭിക്കുന്നത് തന്നെയാണ് ആശാ വർക്കേഴ്സിന് വലിയ പിന്തുണയുമായി മറ്റുള്ളവർ, സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ കൂടി എത്തുന്നുണ്ട് എന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് സെക്രട്ടേറിയറ്റ് പടിക്കൽ കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്കമാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ BJP കൗൺസിലർമാർ മുടി മുറിക്കുന്നുണ്ട്, ചിലർ തലമുണ്ടനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻ മരിയ സണ്ണി വിശദാംശങ്ങളുമായുണ്ട്. ആൻ മരിയ, BJP കൗൺസിലർമാരാണോ പ്രധാനമായും ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിട്ടുള്ളത്? അനുജ, തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ഈ 50 ദിവസങ്ങളിൽ കണ്ടു. പല രീതിയിൽ അവർ പ്രതിഷേധിച്ചു. പക്ഷേ പ്രതിഷേധത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു നിലയിലേക്കാണ് ഈ 50ാം ദിവസം പിന്നിടുമ്പോൾ അവർ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായിട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിലേക്ക് പല സംഘടനകളിലും പല രാഷ്ട്രീയ രംഗത്തുള്ളവരും രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അങ്കമാലി മുനിസിപ്പൽ കൌൺസിലിലെ BJP കൌൺസിലർമാരാണ് ഈ പ്രതിഷേധവുമായി, ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 3 BJP കൌൺസിലർമാരാണ് തലമുണ്ടനം ചെയ്തും മുടിമുറിച്ചും ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ തരം, ആ ഒരു വലിയ തലത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ തലമുണ്ടനം ചെയ്യുക, മുടിമുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വേദനയാണ് ഈ ആശാ വർക്കർമാർക്ക് ഉണ്ടായിരിക്കുന്നത്, ആ വേദന എത്രത്തോളം കഠിനമാണ് എന്ന് തെളിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായിട്ട് ഇപ്പോൾ BJPയും രംഗത്തെത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള പ്രതിഷേധം, പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പല രാഷ്ട്രീയ പാർട്ടികളും ഇവരുടെ പല അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധവും ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്.